ഹലോ, വോയിസ് ക്ലിയർ ആണോ? പ്രസന്റേഷൻ കാണാമോ? വോയിസും ഡിസ്പ്ലേ ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. ഇനിയും കയറാൻ ആൾക്കാരുണ്ടോ? സംസാരിക്കുന്നില്ല, വോയിസ് കട്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റിൽ മെസ്സേജ് ഇടണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഒരു അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞാൽ മതി വോയിസ് കട്ടാവുന്നുണ്ടെങ്കിൽ. അതേപോലെ ഞാനൊരു പ്രസന്റേഷൻ ഇട്ടിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ പ്രസന്റേഷൻ സ്ലൈഡ് മൂവ് ചെയ്യുന്നില്ലെങ്കിലും പറയണം. അപ്പോൾ ഞാൻ ഏതെങ്കിലും ടോപ്പിക് പറയുന്ന സമയത്ത് ആ സ്ലൈഡ് മൂവ് ചെയ്തിട്ടില്ല, വോയിസ് ക്ലിയർ അല്ല എങ്കിൽ നിങ്ങൾ പറയണം. എനിക്കത് അറിയാൻ സാധിക്കത്തില്ല. ആരെങ്കിലും അവിടെ നിന്ന് റിപ്ലൈ തന്നെങ്കിൽ മാത്രമേ എനിക്കത് അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സ്ലൈഡ് മൂവ് ചെയ്യുന്നില്ല, ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല, ഡിസ്പ്ലേ മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സംസാരിക്കണം, പറഞ്ഞാൽ മതി, കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനി ആരും വരാനിൽ കാണില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 110 പേര് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡോക്ടർ CMA സനൽ സ്വാമിനാഥൻ എന്നാണ്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസ് ആണ്, സർട്ടിഫൈഡ് അക്കൗണ്ടിങ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കോഴ്സിന്റെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. പേപ്പർ നമ്പർ 4 ആണ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസ്. അതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ കാറ്റില് +2 കേൾക്കാത്ത അല്ലെങ്കിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ടോപ്പിക്കാണ് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ. ഈ ഒരു പേപ്പറാണ് ഇനി വരുന്ന നിങ്ങൾ CA ഇന്റർമീഡിയറ്റ് ആയിക്കോട്ടെ, CMA ഇന്റർമീഡിയറ്റ് ആയിക്കോട്ടെ, ഫൈനൽ സ്റ്റേജ് ആയിക്കോട്ടെ, ഈ ഒരു പേപ്പറാണ് കൂടുതലും നിങ്ങൾ വിശാലമായിട്ട് വലിച്ചു കീറി അനലൈസ് ചെയ്യുന്ന പേപ്പർ ഈ ഒരു പേപ്പറാണ്. അതിൽ കാറ്റില് അതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ടാക്സിനെ കുറിച്ചിട്ടുള്ള ഇനീഷ്യൽ കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇപ്പോ ഞാൻ 3 ദിവസമാണ് എൻ്റെ ക്ലാസ് നടക്കുന്നത്. ഈ 3 ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ 2 ദിവസങ്ങളിൽ, ഇന്നും നാളെയും, ഈ 2 ദിവസങ്ങളിൽ ഞാൻ ടോപ്പിക്കിനെ കുറിച്ച് മൊത്തത്തിലൊരു ഓവറോൾ ഐഡിയ ആണ് ആദ്യം തരുന്നത്. അറിയാം, നിങ്ങൾക്ക് കാറ്റിന്റെ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. നമുക്ക് ക്വസ്റ്റ്യൻസ് ഓൺലൈൻ എക്സാംസ് ആണ്, ഓൺലൈൻ എക്സാമിലാണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അവിടെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. MCQs അറിയാം, ക്വസ്റ്റ്യൻ തന്ന് 4 ഓപ്ഷൻസ് കാണും, അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഇതാണ് നമുക്കുള്ളത്. അപ്പോൾ ഞാൻ ഇന്നും നാളെയും സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസിന്റെ എല്ലാ ഏരിയാസും പരിചയപ്പെടുത്തുകയാണ്. അതിൽ എന്തൊക്കെയാണ് ടാക്സിലുള്ളത്, ഇൻകം ടാക്സ്, GST തുടങ്ങിയതിന്റെ ബേസ് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആദ്യം ഒരു പ്രസന്റേഷൻ ഇട്ട് ആ പ്രസന്റേഷനിൽ കുറച്ച് ടേംസും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാണ്. അതിനുശേഷം നമ്മൾ മെറ്റീരിയലിലേക്ക് പോകും. മെറ്റീരിയൽ ഒന്ന് നമ്മൾ കവർ ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ഡേ ഒരു 150 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. 150 ക്വസ്റ്റ്യൻസ് മതി. ആ 150 ക്വസ്റ്റ്യൻസിൽ നിന്നും നിങ്ങൾക്ക് എക്സാമിനുള്ള ഒരു 10-25 ക്വസ്റ്റ്യൻസ് സുഖമായിട്ട് അതിനകത്ത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നും നാളെയും ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ഒരു ഔട്ട്ലൈൻ ആണ്. സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസിലെ ടാക്സിന്റെ ഒരു ഔട്ട്ലൈൻ സംസാരിക്കുകയാണ്. അതിനുശേഷം ലാസ്റ്റ് ഡേ നമുക്ക് ക്വസ്റ്റ്യൻസ് മൊത്തം വർക്കൗട്ട് ചെയ്യാം. ആ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ആ ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാം അതിന്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് തുടങ്ങുകയാണ്, ഓരോ ടോപ്പിക്കായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ തുടങ്ങാൻ പോകുന്നത് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസിന്റെ ഇൻട്രൊഡക്ഷൻ, അതായത് ഒന്നാമത്തെ സ്റ്റഡി നോട്ടിലേക്കാണ് പോകുന്നത്. ടാക്സിന്റെ കൺസെപ്റ്റ്, എങ്ങനെയാണ് ടാക്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ മെക്കാനിസം, ഏതൊക്കെ ടൈപ്പുള്ള ടാക്സ് ഉണ്ട്, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. ഇതിന്റെ പല ടേംസും ചിലപ്പോൾ കേട്ടുപരിചയം കാണത്തില്ല. ഏതെങ്കിലുമൊക്കെ ഏരിയാസിൽ കുറച്ചും കൂടെ മോർ
സംസാരിക്കണമെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ആ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം, ആ രീതിയിൽ കാര്യങ്ങൾ പെർഫോം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ കേൾക്കുമ്പോൾ സമയത്ത് അയ്യോ ഇതെനിക്ക് അറിയത്തില്ല, അത് ടഫാണ്, ഇത് ടഫാണ് എന്നൊന്നും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കാര്യങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് പോവാം. ഈ ടാക്സ് ആണ് ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഇൻകം ടാക്സും GST ഒക്കെയാണ്. CA ക്കും CMA ക്കും രണ്ടു പേർക്കും ഈ പറഞ്ഞിരിക്കുന്ന ടാക്സിൽ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ തന്നെ ബേസ് ലെവലുള്ള കാര്യങ്ങൾ ഞാൻ ഒരുപാട് സ്ട്രെസ് ചെയ്തോ ഒരുപാട് ഡീപ്പായിട്ടോ ഒന്നും പോകുന്നില്ല. ജസ്റ്റ് ബേസിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ക്ലിയർ കട്ടായിട്ട് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചില പോയിന്റ്സുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറയുന്ന ഏരിയാസ് ഒന്ന് നോട്ട് ചെയ്ത് അവിടെ വെക്കണം. കാരണം ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ്, MCQ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞ് ഞാൻ ഇതിലേക്കൂടെ ഞാൻ ഇങ്ങനെ പോവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് മാർക്ക് ചെയ്ത് നോട്ട് ചെയ്ത് കയ്യിലിരിക്കുന്ന നോട്ട്ബുക്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ദെൻ ലാസ്റ്റ് ഡേ ഞാൻ ഈ പറഞ്ഞ 150 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യിപ്പിക്കും. അന്നത്തെ ദിവസം ആ ക്വസ്റ്റ്യൻസ് മൊത്തം നിങ്ങളോട് സംസാരിക്കും. ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറയും. ആ ക്വസ്റ്റ്യൻസിന്റെ PDF നിങ്ങൾക്ക് അയച്ചു തരും. ആ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കിയാൽ മതി. സോ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻസ് കംപ്ലീറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ ബേസ് ലെവലാണ് കാര്യങ്ങളൊക്കെ നോക്കുക, കാര്യങ്ങൾ അനലൈസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ എന്താണ് ടാക്സ്, എങ്ങനെയാണ് ടാക്സ് എന്ന് വിളിക്കുന്ന ഒരു എലമെന്റ് വന്നിരിക്കുന്നത്, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ആദ്യം നമുക്ക് പറയേണ്ടത്. പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ. അതിൽ ലെജിസ്ലേറ്റീവ് എന്ന് വിളിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുന്നത് രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കുമാണ്. അതായത് പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റ് ഉണ്ട്, അതേപോലെ തന്നെ രാജ്യസഭയുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ളതാണ് ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇന്ത്യൻ പ്രസിഡന്റ്. നമ്മുടെ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ടാണ് അറിയാവുന്നത്. നമ്മളൊരു നിയമം കൊണ്ടുവരണമെങ്കിൽ ആദ്യം നമ്മൾ ഏറ്റവും ഓരോ സ്റ്റേറ്റുകളിൽ നിയമസഭ എന്ന് വിളിക്കുന്ന സംവിധാനമുണ്ട്. എലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള നിയമസഭയുണ്ട്. നിയമസഭയിൽ നിന്ന് ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ആ ബില്ല് നേരെ പോകുന്നത് ദാറ്റ് ഈസ് ഈ പറഞ്ഞിരിക്കുന്ന പാർലമെന്റിലേക്കാണ്. പാർലമെന്റിലേക്ക് ഈ ബില്ല് പോയി കഴിഞ്ഞാൽ, അതായത് ലോക്സഭയിലേക്ക് ഈ ബില്ല് പോകും. ലോക്സഭയിലേക്ക് ബില്ല് പോയി അവിടെ നമ്മൾ ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യും. ആ ബില്ലിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ കണ്ടക്ട് ചെയ്തതിനു ശേഷം ആ ബില്ല് ഇത്ര പേരുടെ വോട്ടിങ്ങിൽ ആ ബില്ല് നമ്മൾ പാസ്സാക്കി നേരെ നമ്മൾ രാജ്യസഭയിലേക്ക് അയക്കും. രാജ്യസഭയിലും അവിടെയുള്ള മെമ്പേഴ്സ് ഈ പറഞ്ഞ ബില്ല് പാസ്സാക്കി അതിനുശേഷം പ്രസിഡന്റിന്റെ സൈനിങ്ങിന് വേണ്ടി അയക്കും. എന്നാണോ ആ ബില്ലിൽ പ്രസിഡന്റ് സൈൻ ചെയ്യുന്നത് അന്ന് തൊട്ട് ഈ ഒരു ആക്ട്, ഈ ഒരു റൂള് നമ്മുടെ ഇവിടെ പ്രാബല്യം ആകും. ദെൻ ഈ ആക്ടിലും റൂളിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ, ഇപ്പൊ സാധാരണ കേസിൽ നമ്മളൊരു പ്രസിഡന്റിന് ഒരു സൈനിങ്ങിന് വേണ്ടി ഒരു നിയമം, ഇപ്പൊ നമുക്കറിയാം പൗരത്വ നിയമം എന്ന് വിളിക്കുന്ന നിയമമുണ്ട്. പൗരത്വ നിയമം നമ്മുടെ ഇവിടെ നിയമസഭയിൽ പാസ്സാക്കി അവിടെ നിന്ന് പാർലമെന്റിലേക്ക് പോയി അവിടെ നിന്നും രാജ്യസഭയിലേക്ക് പോയി പ്രസിഡന്റിന്റെ സൈനിങ്ങിലേക്ക് പോകും. സാധാരണ കേസിൽ പ്രസിഡന്റിന്റെ സൈനിങ്ങിന് വേണ്ടി ചെന്നാൽ പ്രസിഡന്റിനകത്ത് സൈൻ ചെയ്യണം കാര്യങ്ങൾ നോക്കിയിട്ട്. പ്രസിഡന്റിന് ഒരു തവണ ഈ ബില്ല് റിജക്റ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് പറയാം ഇത് നമ്മൾ അംഗീകരിക്കുന്നില്ല, ഇതിനകത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് പറയുവാണെങ്കിൽ ആ മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി ഈ ബില്ല് തിരിച്ച് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും തിരിച്ചു വരും. വീണ്ടും ഇതിനകത്ത് ഡിസ്കഷൻ കണ്ടക്ട് ചെയ്ത് വീണ്ടും പ്രസിഡന്റ് സൈനിങ്ങിലേക്ക് വേണ്ടി അയക്കും. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത, രണ്ടാമത്തെ പ്രാവശ്യം ഈ ബില്ല് എത്തിക്കഴിഞ്ഞാൽ ആ ബില്ല് പ്രസിഡന്റ് സൈൻ ചെയ്തിരിക്കണം. ഇനി പ്രസിഡന്റിന് ഇത് റിജക്ട് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. അതാണ് നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു രാഷ്ട്രപതി ഉണ്ടായിരുന്നു, KR നാരായണൻ. രാഷ്ട്രപതി KR നാരായണന്റെ അടുത്തേക്ക് ഒരു ബില്ല് രാജ്യസഭയിൽ നിന്ന് പോയി.
നമ്മുടെ എല്ലാം കുറെ മൗലിക അവകാശങ്ങളുണ്ട്, അതിന്മേൽ കടന്നു കയറുന്ന ഒരു ബില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ലെറ്റർ അയക്കും, ഒരാൾ മറ്റൊരാൾക്ക് ഒരു ലെറ്റർ അയക്കും, പാഴ്സൽ അയക്കും, പൊട്ടിച്ച് വായിക്കണം, ഈ പാഴ്സൽ തുറന്നു നോക്കണം എന്ന് പറയുന്ന ഒരു നിയമമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മൗലിക അവകാശങ്ങൾക്കെതിരെയുള്ള ലംഘനമായതുകൊണ്ട് തന്നെ ഈ ബില്ല് അങ്ങ് പിടിച്ചു വെച്ചു. ബില്ല് പിടിച്ചു വെച്ച് താഴേക്ക് വിട്ടില്ല. അപ്പൊ ആ ഒരു രാഷ്ട്രപതി, ഒരു പ്രസിഡന്റ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ എന്ന് വിളിക്കുന്ന മൂന്ന്. ഈ ലെജിസ്ലേറ്റീവിലാണ് ഓരോരോ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ലെജിസ്ലേറ്റീവ് ആ നിയമം കൊണ്ടുവന്ന് റിയാണെങ്കിൽ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള വരുന്ന അപ്ഡേഷൻസ്, പുതിയ പുതിയ എലമെന്റ്സ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ ജുഡീഷ്യൽ ഏരിയാസിൽ നമുക്ക് പോകാം. സുപ്രീം കോടതിയിലേക്കോ ഹൈക്കോടതിയിലേക്കോ നമുക്ക് പോയി അതിനെതിരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് ആക്ട് പാസ്സാക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ഡിസ്കഷൻസിനൊക്കെ നമുക്ക് ജുഡീഷ്യറി നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ മൂന്ന് പില്ലേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്: ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ. നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ഏരിയാസിൽ ഈ മൂന്നിനെ കുറിച്ചും പറയുന്നുണ്ട്. അതിന്റെ ഒരു ചുരുക്ക രൂപമാണ് ഞാൻ പറഞ്ഞത്. ഇനി ടാക്സിലേക്ക് പോവുകയാണ്. എന്താണ് ടാക്സ്? ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ലെവിയാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം കമ്പൽസറി പേയ്മെന്റ് ടു ഗവൺമെന്റ് എന്ന് പറയാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടല്ലേ? ആ നെറ്റിന്റെ എന്തോ തടസ്സമുണ്ട്. ഞാൻ ഇവിടുന്ന് മാറ്റുന്ന സമയത്ത് എൻ്റെ ടാബിൽ മാറ്റുമ്പോൾ അതേപോലെ തന്നെ ലാപ്പിൽ മാറുന്നില്ല. ചെറിയ നെറ്റിന്റെ എന്തോ പ്രശ്നമുണ്ട്. നോക്കാം എന്തായാലും. ഓക്കെ, ഇപ്പോ ഫസ്റ്റ് ഇനിഷ്യലി എന്താണ് ടാക്സ്, അതാണ് സംസാരിക്കേണ്ടത്. ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ലെവിയാണ്. ഒരു ഗവൺമെന്റിന് കമ്പൽസറി പേ ചെയ്യേണ്ട ഒരു എമൗണ്ട് ഉണ്ട്, വിളിക്കുന്ന പേര് ടാക്സ് എന്ന് വിളിക്കുന്ന പേരിൽ അറിയപ്പെടും. ഗവൺമെന്റിന് പല പർപ്പസിന് ടാക്സ് കിട്ടിയേ പറ്റൂ. ചുരുക്കി പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്ന് വിളിക്കുന്നത് അത് ടാക്സ് ആണ്. ഗവൺമെന്റിന് പല എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യണം, പല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്, പലതരത്തിലുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഗവൺമെന്റിന് റവന്യൂ വരണം. ആ റവന്യൂ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ അത് ടാക്സ് ഇനത്തിൽ വരുന്ന റവന്യൂ ആണ്. അപ്പൊ അതാണ് ആദ്യം പറയുന്നത്. എന്താണ് ടാക്സ്? ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ലെവിയാണ്. നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിന് മുകളിൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ലെവിയെ വിളിക്കുന്ന പേരാണ് ടാക്സ്. അപ്പൊ ഞാനിപ്പോ IIT ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ ക്ലാസ് എടുക്കുക, ഇപ്പൊ 3 ദിവസം ക്ലാസ് എടുത്തു കഴിയുമ്പോൾ IIT എനിക്കൊരു പേയ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ആ പേയ്മെന്റ് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഇൻകമാണ്, എനിക്കൊരു റവന്യൂ ആണ്. ആ റവന്യൂവിനകത്ത് ഗവൺമെന്റ് ഒരു ഫിനാൻഷ്യൽ ലെവി ഇമ്പോസ് ചെയ്യും. നമ്മൾ സാധാരണ പറയും ചുങ്കം ചുമത്തും, ഒരു നികുതി അതിന് മുകളിൽ ചാർജ് ചെയ്ത് ഒരു എമൗണ്ട് ഗവൺമെന്റ് കളക്ട് ചെയ്യും. ആ ഫിനാൻഷ്യൽ ലെവിയെ വിളിക്കുന്ന പേരാണ് ടാക്സ് എന്ന് വിളിക്കുന്ന പേരിൽ അറിയപ്പെടുന്നത്. എല്ലാ ആൾക്കാരും കമ്പൽസറി ടാക്സ് ഗവൺമെന്റിന് കൊടുത്തേ പറ്റൂ. ഇവിടെ ഒരു റവന്യൂ റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നിന്നും ഒരു ഇൻകം ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു വിഹിതം ഗവൺമെന്റിന് കൊടുക്കണം. ഇറ്റ്സ് എ കമ്പൽസറി പേയ്മെന്റ് ടു ഗവൺമെന്റ് ആണ്. നമുക്ക് ടാക്സും ഡ്യൂട്ടിയും ഉണ്ട്. ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളെ 2-3 ടാക്സ് ഞാൻ പരിചയപ്പെടുത്തും. അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ നമുക്ക് സാധാരണ കേസിൽ നമ്മുടെ ഇന്ത്യയിൽ 2 ടൈപ്പുള്ള ടാക്സ് സിസ്റ്റം ഉണ്ട്. ഒന്ന് ഡയറക്ട് ടാക്സ് എന്ന് വിളിക്കും, മറ്റൊന്ന് ഇൻഡയറക്ട് ടാക്സ് എന്ന് വിളിക്കും. ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും, ഈ 2 ടാക്സ് ആണ് നമ്മൾ ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഡയറക്ട് ടാക്സിൽ നമുക്ക് 3 കാറ്റഗറീസ് ആണ് ഡയറക്ട് ടാക്സിൽ വരുന്നത്. ഒന്ന് ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, വെൽത്ത് ടാക്സ് എന്ന് വിളിക്കുന്ന എലമെന്റ്. ഇൻഡയറക്ട് ടാക്സിൽ GSTയും കസ്റ്റംസ് ഡ്യൂട്ടിയാണ് ഇൻഡയറക്ട് ടാക്സിൽ വരുന്നത്. അതിൽ നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് കേൾക്കുന്നു അല്ലെ, GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് കേൾക്കുക. അതേപോലെ ഇൻകം ടാക്സ് എന്ന് പറയും. മറ്റൊരു ടാക്സ് ഉണ്ട്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്ന ഒരു ടാക്സ് സിസ്റ്റം ഉണ്ട്. അതേപോലെ
കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്ന ഒരു ടാക്സ് സിസ്റ്റം ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. കസ്റ്റംസ് ഡ്യൂട്ടി തൊട്ടപ്പുറത്ത് നമുക്ക് എക്സൈസ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്ന ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. എക്സൈസ് ഡ്യൂട്ടി. അതേപോലെ തന്നെ സർവീസ് ടാക്സ് എന്ന് വിളിക്കുന്ന ഒരു ടാക്സ് സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു. അതേപോലെ വാറ്റ് എന്ന് വിളിക്കുന്ന വാല്യൂ ആഡഡ് ടാക്സ്, CST എന്നൊക്കെ വിളിക്കുന്ന കുറെ ടാക്സ് ഉണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഞാൻ ഓരോന്നും പരിചയപ്പെടുത്തും. അപ്പൊ ഞാൻ പറയാൻ വരുന്ന ടോപ്പിക്ക് എന്താണ് ടാക്സും തൊട്ടപ്പുറത്ത് ഡ്യൂട്ടിയും തമ്മിലുള്ള വ്യത്യാസം, അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കേൾക്കും കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി. ബസ് സർവീസ് ടാക്സ് എന്നല്ലേ പറയുക, ഇൻകം ടാക്സ് എന്നല്ലേ പറയുക. അപ്പോ എന്താണ് അവിടെ ഡ്യൂട്ടി, എന്താണ് ടാക്സ്, എന്തോ ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം, അതാണ് പറയുന്നത്, അതാണ് ഇവിടെ സംസാരിക്കുന്നത്. ടാക്സും ഡ്യൂട്ടി സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന ഒരു ഇൻകത്തിന് മുകളിൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ലെവിയെ വിളിക്കുന്ന പേരാണ് ടാക്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോ ഞാൻ ഒരു സ്ഥലത്ത്, ഇപ്പൊ ഞാൻ IIT ഞാൻ പഠിപ്പിക്കുക. ഇപ്പൊ IIT ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് IIT എനിക്കൊരു പേയ്മെന്റ് കിട്ടും. IIT എനിക്കൊരു പേയ്മെന്റ്, ഇപ്പൊ സപ്പോസ് ഒരു 10,000 രൂപ എനിക്കൊരു വരുമാനം കിട്ടി. ഈ 10,000 രൂപയിൽ നിന്നും ഒരു ഷെയർ ഞാൻ ഗവൺമെന്റിന് കൊടുക്കും. ഒരു സം പെർസെൻറ്റേജ് ഞാൻ ഗവൺമെന്റിന് ഞാൻ കൊടുക്കും. വിളിക്കുന്ന പേര് ടാക്സ് എന്ന് വിളിക്കുന്ന പേരിൽ അറിയപ്പെടും. എനിക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഒരു ഷെയർ എടുത്ത് ഞാൻ ഗവൺമെന്റിന് കൊടുത്തു. വിളിക്കുന്ന പേര് ടാക്സ്, ലൈക്ക് എ ഫിനാൻഷ്യൽ ലെവി എന്ന് പറയും. മറ്റൊന്ന് ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി, ഞാനൊരു ഗുഡ്സ് ഉണ്ടാക്കി, ഇവിടെ ഒരു ഗുഡ്സ് ഉണ്ടാക്കി. ആ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഗുഡ്സ് ഉണ്ടാക്കി അത് എക്സ്പോർട്ട് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ആ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ, ആ ഗുഡ്സിന് മുകളിൽ അടിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ലെവി ഉണ്ട്. വിളിക്കുന്ന പേര് ഡ്യൂട്ടി എന്ന് വിളിക്കുന്ന പേരിൽ അറിയപ്പെടും. അതുകൊണ്ടാണ് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു ഗുഡ്സ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ആ ഗുഡ്സിന് മുകളിൽ കൊടുക്കുന്ന ഫിനാൻഷ്യൽ ലെവിയെ ഡ്യൂട്ടി എന്ന് പറയും. കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്ന മറ്റൊരു ടാക്സ് ഉണ്ട്. ഒരു ഗുഡ്സ് ഉണ്ടാക്കി എക്സ്പോർട്ടോ ഇമ്പോർട്ടോ നടത്തുന്ന സമയത്ത് ആ ഗുഡ്സിന് മുകളിൽ അടിക്കുന്ന ഫിനാൻഷ്യൽ ലെവി ഉണ്ട്. വിളിക്കുന്ന പേര് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയും. അപ്പൊ അതാണ് ടാക്സും ഡ്യൂട്ടി. നാളെ ഏതെങ്കിലുമൊക്കെ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സ് ആൻഡ് ഡ്യൂട്ടി. അപ്പൊ നിങ്ങൾ പറയും, ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ലെവിയാണ്. നമുക്ക് ഒരു പേഴ്സണ് കിട്ടുന്ന റവന്യൂവിന് മുകളിൽ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻസിന് കിട്ടുന്ന എമൗണ്ടിന് മുകളിൽ അടിക്കുന്ന ഫിനാൻഷ്യൽ ലെവിയെ വിളിക്കുന്ന പേരാണ് ടാക്സ് എന്ന് പറയും. എന്താണ് ഡ്യൂട്ടി എന്ന് ചോദിക്കുമ്പോൾ, നമ്മളൊരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുമ്പോഴോ, ഒരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്ത് അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴോ, അത് ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ, ആ ഗുഡ്സിന് മുകളിൽ അടിക്കുന്ന ഫിനാൻഷ്യൽ ലെവിയെ വിളിക്കുന്ന പേരാണ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്ന പേരിൽ അറിയപ്പെടും. അതാണ് ടാക്സും ഡ്യൂട്ടി. ഇനി എന്തിനാണ് നമ്മൾ ഇന്ത്യയിൽ ടാക്സ് കളക്ട് ചെയ്യുന്നത്? നീഡ് ഫോർ ടാക്സേഷൻ. എന്തിനാണ് ടാക്സ് കളക്ട് ചെയ്യുക? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഗവൺമെന്റിന് സർട്ടൺ എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാനുണ്ട്. ഗവൺമെന്റ് സെർവന്റിന്, ഇത് ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന പലതരത്തിലുള്ള എംപ്ലോയീസ് ഉണ്ട്, അവർക്ക് സാലറി കൊടുക്കണം. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടാക്സിൽ നിന്നും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ സൈന്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഇന്ത്യയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് വേണം. ഇതിനൊക്കെ ഫണ്ട് വേണ്ടേ? ഈ പറയുന്ന വന്ദേ ഭാരത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഇറക്കണമെങ്കിൽ, നമ്മുടെ നാട്ടിൽ നാഷണൽ ഹൈവേ പണിയണമെങ്കിൽ ഈ ഗവൺമെന്റിന് ഫണ്ട് വേണം. ഈ ഫണ്ട് വരുന്നത് ടാക്സിൽ നിന്നാണ്. ടാക്സ് പ്രകാരമുള്ള നികുതിയിൽ നിന്നാണ് ഈ ഫണ്ട് കളക്ട് ചെയ്യുക. പറയുന്നുണ്ട്, ഇൻ എ വെൽഫെയർ സ്റ്റേറ്റ് ദ ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ വെൽഫെയർ ഓഫ് ഇറ്റ്സ് സിറ്റിസൺ വിച്ച് ഇൻക്ലൂഡ് ഹെൽത്ത് കെയർ, education, employment, infrastructure, social security, and other development needs. To finance these services, the government need revenue, and it is a primary source of revenue is taxation. This means that the government collect tax from the public to the fund of public welfare expenditure.
ഗവൺമെന്റിന് വേരിയസ് എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യണം, ഗവൺമെന്റിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യണം, എംപ്ലോയ്മെന്റ്, പുതിയ തരത്തിലുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം, ഇവിടെയുള്ള ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ഒക്കെ ഫണ്ട് വേണം. ഈ ഫണ്ട് എവിടുന്നെങ്കിലും ഗവൺമെന്റ് വരണ്ടേ? ആ ഏറ്റവും കൂടുതൽ ഫണ്ട് വരുന്നത്, ഏറ്റവും കൂടുതൽ റവന്യൂ ഗവൺമെന്റ് വരുന്നത് ടാക്സിൽ നിന്നാണ്, ടാക്സേഷനിൽ നിന്നാണ്. അപ്പോൾ ഈ ടാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഗവൺമെന്റ് സർട്ടൺ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുക. അതാണ് ഇനിഷ്യൽ സ്റ്റേജിൽ പറയാനുള്ളത്. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 3 പില്ലേഴ്സ് ഉണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 3 പില്ലേഴ്സ്. ഒന്ന് ലെജിസ്ലേറ്റീവ്, ലെജിസ്ലേറ്റീവ് എന്ന് പറയുമ്പോൾ രാജ്യസഭയും ലോക്സഭയും. 2 എക്സിക്യൂട്ടീവ്, ദാറ്റ് ഈസ് പ്രസിഡന്റ്. ദെൻ ജുഡീഷ്യൽ, ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് കൂടാതെ മറ്റ് നോട്ട് ചെയ്യേണ്ട മറ്റൊരു ഏരിയ, ഇതൊന്ന് നോട്ട് ചെയ്തിട്ട് ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് കുത്തിക്കുറിച്ച് വെക്കുക. കയ്യിലൊക്കെ നോട്ട്ബുക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റിലോട്ട് ഒന്ന് അടയാളപ്പെടുത്തിയാലും മതി. ദാറ്റ് ഈസ് നമ്മുടെ 3 പില്ലേഴ്സ് ആണ്, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ദെൻ ജുഡീഷ്യറി. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവിടുന്ന് പ്രത്യേകിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും വരാനില്ല. അതുകൊണ്ട് തന്നെ ആ ഏരിയാസിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കിടപ്പില്ല. ജസ്റ്റ് നമുക്ക് പറയുന്ന ഏരിയ ആണ്, ഇനിഷ്യലി പറയുന്ന ഏരിയ ആണ്. കാരണം ഇത് എന്തിനാണ് ഇവിടെ പറയുന്നത് വെച്ചാൽ, കുറച്ച് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ 2-3 കാര്യങ്ങൾ ഈ പറയുന്ന പില്ലേഴ്സിനെ വെച്ച് പറയാനുണ്ട്. 2-3 എൻട്രി നമ്പേഴ്സ് ഉണ്ട്. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ 3 എണ്ണം ഞാൻ സംസാരിച്ചത്. നെക്സ്റ്റ് വിൻഡോയിലേക്ക് വരുമ്പോൾ ടാക്സ് നോട്ട് ചെയ്ത് വെക്കണം. ടാക്സ് ഈസ് എ ഫിനാൻഷ്യൽ ലെവി ആണ്. ടാക്സ് കമ്പൽസറി ഗവൺമെന്റ് പേ ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ്. ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ അത് ടാക്സിൽ നിന്നാണ് വരുന്നത്. ആ ടാക്സുമായി ബന്ധപ്പെട്ട് 2 എലമെന്റ്സ് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഒന്ന് വെച്ചിരുന്നാലും മതി. ടാക്സും ഡ്യൂട്ടിയും. നാളെ ഓരോരുത്തർക്ക് ചോദിക്കും, നാളെ പ്രൊഫഷണൽസ് ഒക്കെ ആകുമ്പോൾ CA CM ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ട് നിൽക്കുമ്പോൾ നാളെ ആരെങ്കിലും ഒക്കെ ചോദിക്കും, എന്താ ഈ ടാക്സും ഡ്യൂട്ടിയും തമ്മിലുള്ള വ്യത്യാസവും ചോദിക്കും. അപ്പൊ അവരല്ലെങ്കിൽ ചോദിക്കും, എന്ത് ഈ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയും, പക്ഷേ ഈ ഇൻകം ടാക്സ് എന്ന് പറയുക, വാല്യൂ ഓവർ ടാക്സ് എന്ന് പറയും, പക്ഷെ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയും. അപ്പൊ അവർ ചോദിക്കും, എന്ത് ടാക്സും ഡ്യൂട്ടി തമ്മിലുള്ള വ്യത്യാസം? അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർത്തു വെക്കേണ്ടതാണ്, ടാക്സ് എന്ന് പറഞ്ഞ ഒരു റവന്യൂവിന് മുകളിൽ, എനിക്ക് കിട്ടുന്ന വരുമാനത്തിന് മുകളിൽ ഒരു ഫിനാൻഷ്യൽ ലെവി അല്ലെങ്കിൽ ഞാൻ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട്. വിളിക്കുന്ന പേര് ടാക്സ് എന്ന് പറയും. ഇപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്കൊരു വരുമാനം കിട്ടാം, ഞാനൊരു ഗുഡ്സ് വിൽക്കുമ്പോൾ എനിക്കൊരു വരുമാനം കിട്ടാം. സാധാരണ ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ കുറച്ച് സാധനങ്ങൾക്ക് എടുത്തുകൊണ്ടു അയാൾ കച്ചവടം ചെയ്യുമോ? കച്ചവടം ചെയ്യുമ്പോൾ അയാൾക്ക് ഒരു വരുമാനം കിട്ടുമല്ലോ. അപ്പൊ ആ വരുമാനത്തിന് മുകളിൽ അദ്ദേഹം ഒരു ടാക്സ് ഗവൺമെന്റിന് കൊടുക്കും. തൊട്ടപ്പുറത്ത് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ, ഞാനൊരു ഗുഡ്സ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തു, ആ ഒരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്ത് ഇറക്കുമ്പോൾ ആ ഗുഡ്സിന് ഞാനൊരു പേയ്മെന്റ്, ആ ഉണ്ടാക്കിയ ഗുഡ്സിന് മുകളിൽ ഗവൺമെന്റ് ഒരു ഫിനാൻഷ്യൽ ലെവി അടിക്കുന്നു. വിളിക്കുന്ന പേര് ഡ്യൂട്ടി എന്ന് പറയും. ഇന്ത്യയിൽ ഒരു പ്രോഡക്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിദേശത്ത് നിന്ന് ആ പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് ഇറക്കുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോർട്ടിൽ നിന്നോ, നമുക്കറിയാം നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉണ്ട്, നമ്മളിപ്പോൾ വിഴിഞ്ഞം പോർട്ട് ട്രസ്റ്റ് ഒക്കെ ഇപ്പോൾ ഫോം ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ആ വിഴിഞ്ഞത്തു നിന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നോ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നോ നമ്മളൊരു ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോൾ ആ ഗുഡ്സിന് മുകളിൽ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് അടിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ലെവി ഉണ്ട്. വിളിക്കുന്ന പേര് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയും. ഇന്ത്യയിൽ ഉള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ആറന്മുള കണ്ണാടി നിങ്ങൾക്കറിയാം. പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള എന്ന് വിളിക്കുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക വിഭാഗക്കാർ ഉണ്ടാക്കുന്ന കണ്ണാടിയാണ് ആറന്മുള കണ്ണാടി. ഇന്റർനാഷണലി ഹൈലി എക്സ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ വിലമതിപ്പുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അത് കേരളത്തിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോഡക്റ്റ് നമ്മൾ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴി നമ്മളൊരു കണ്ടെയ്നർ ബുക്ക് ചെയ്ത് അതുവഴി നമ്മൾ ഈ പറഞ്ഞ എക്സ്പോർട്ട് ചെയ്യും. അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഗുഡ്സിന് മുകളിൽ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ഒരു ഫിനാൻഷ്യൽ ലെവി ഇമ്പോസ് ചെയ്യും. വിളിക്കുന്ന പേര് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്ന പേരിൽ അറിയപ്പെടും. അതാണ് ടാക്സും ഡ്യൂട്ടിയും. പിന്നെ എന്തിനാണ് ടാക്സ് കളക്ട് ചെയ്യുക? മനസ്സിലൊന്ന് വെച്ചിരിക്കേണ്ടതാണ്. നമുക്ക് പല എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യണം, പല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതേപോലെ സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, മറ്റുള്ള നമ്മുടെ 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 സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റ് പർപ്പസിന് വേണ്ടി, നമ്മുടെ രാജ്യത്തെ പലതരത്തിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് ഫണ്ട് വേണം.
ഈ ഫണ്ടൊക്കെ വരുന്നത് ടാക്സ് എന്ന് വിളിക്കുന്ന പ്രധാനപ്പെട്ട റവന്യൂവിൽ നിന്നാണ്. ഈ ഫണ്ടൊക്കെ റൈസ് ചെയ്യുന്നത് ഈ ടാക്സിൽ നിന്നാണ്. ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ടാക്സ് ആണ്. ഇനി പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ടാക്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഡയറക്ട് ടാക്സും മറ്റൊന്ന് ഇൻഡയറക്ട് ടാക്സും. ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. എന്താണ് ഡയറക്ട് ടാക്സ്, എന്താണ് ഇൻഡയറക്ട് ടാക്സ്, അതാണ് പറയാൻ പോകുന്നത്. ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഒരു തുക ഗവൺമെന്റിന് പേ ചെയ്യുകയാണ്. വിളിക്കുന്ന പേര് ഡയറക്ട് ടാക്സ് എന്ന് വിളിക്കുന്ന പേരിൽ അറിയപ്പെടും. ഇപ്പൊ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരു വരുമാനം കിട്ടും. ആ വരുമാനത്തിൽ നിന്നും ഒരു തുക എടുത്ത് ഞാൻ ഗവൺമെന്റിന് കൊടുക്കും. വിളിക്കുന്ന പേര് ഡയറക്ട് ടാക്സ് എന്ന് പറയും. തൊട്ടപ്പുറത്ത് ഇൻഡയറക്ട് ടാക്സ് ഉണ്ട്. ഞാൻ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചു, അല്ലെങ്കിൽ ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന പെണ്ണ്, ഞാൻ തിരൂർ മാർക്കറ്റിൽ പോയി ഈ പെൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. തിരൂർ മാർക്കറ്റിൽ പോയി ഞാൻ ഈ പെൻ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ആ കടക്കാരൻ എനിക്ക് ഈ പ്രോഡക്റ്റ് വിൽക്കുന്ന സമയത്ത് ആ പ്രോഡക്റ്റിന് മുകളിൽ ഒരു ഫിനാൻഷ്യൽ ലെവി ഇമ്പോസ് ചെയ്യും. പക്ഷെ കൊടുക്കുന്നത് ഞാനല്ലേ. ഈ പെൻ മേടിക്കുമ്പോൾ ഞാനാ കൊടുക്കുന്നത്. പക്ഷെ ഞാനാണോ ഗവൺമെന്റ് അടയ്ക്കുന്നത്? അല്ല, ആ കടക്കാരനാണ് ഗവൺമെന്റ് അടയ്ക്കുന്നത്. വിളിക്കുന്ന പേര് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയും. ഒരു പേഴ്സൺ ഇൻഡയറക്ട്ലി ഒരു തുക ഗവൺമെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ വിളിക്കുന്ന പേര് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയും. ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സുമാണ് നമ്മുടെ ഇവിടെയുള്ള രണ്ട് ടാക്സ് സിസ്റ്റം. ആ ഡയറക്ട് ടാക്സിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്ട് ടാക്സിനകത്ത് മൂന്ന് ടൈപ്പ് ഓഫ് ടാക്സ് ഉണ്ട്. ഒന്ന് ഇൻകം ടാക്സ്, രണ്ട് കോർപ്പറേറ്റ് ടാക്സ്, മൂന്ന് വെൽത്ത് ടാക്സ്. ഇപ്പൊ വെൽത്ത് ടാക്സ് എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റം ഇല്ല. വെൽത്ത് ടാക്സ് ഇൻകം ടാക്സിനകത്തേക്ക് മെർജ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ചെയ്യുക. അതുകൊണ്ട് പറയാം, നമുക്ക് ഡയറക്ട് ടാക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ദാറ്റ് ഈസ് ഇൻകം ടാക്സ് ആണ്. ഇൻകം ടാക്സ് ആണ് പ്രധാനപ്പെട്ട ടാക്സ് നമുക്ക് പറയാം. തൊട്ടപ്പുറത്ത് ഇൻഡയറക്ട് ടാക്സ് ആണ്. ഇൻഡയറക്ട് ടാക്സിൽ രണ്ട് ടൈപ്പുള്ള ടാക്സ് ആണ് ഇൻഡയറക്ട് ടാക്സിലുള്ളത്. ഒന്ന് GSTയും രണ്ട് കസ്റ്റംസ് ഡ്യൂട്ടിയും. GST ഫുൾ ഫോം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് GSTന്റെ ഫുൾ ഫോം. പ്രധാനപ്പെട്ട നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു സാധനമാണ്. GSTന്റെ ഫുൾ ഫോം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. GSTന്റെ ഫുൾ ഫോം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അല്ലാതെ ഗുഡ് നൈറ്റ്, സീ ഡ്രീംസ്, ടേക്ക് കെയർ എന്നല്ല. സോ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് GSTന്റെ ഫുൾ ഫോം. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ ചാർജ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇൻഡയറക്ട് ടാക്സ് GST ആണ്. നിങ്ങൾ എവിടെ പോയാലും എന്ത് പേയ്മെന്റ് കൊടുക്കുമ്പോഴും GST കൊടുത്തു എന്ന് പറയും. ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രോഡക്റ്റിനകത്ത് GST അവിടുത്തെ കടക്കാരൻ ചാർജ് ചെയ്യും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങൾ IITയിലേക്ക് നിങ്ങളുടെ CA ഫൗണ്ടേഷന്റെയോ അല്ലെങ്കിൽ CA ഇന്റർമീഡിയറ്റിന്റെയോ പേയ്മെന്റ് കൊടുക്കുമ്പോൾ കോച്ചിങ് ഫീ പ്ലസ് GST എന്ന് പറയും. അപ്പോ ആ കൊടുക്കുന്ന സർവീസിന് ഒരു ടാക്സ് കൊടുക്കും. പക്ഷെ ടാക്സ് കൊടുക്കുന്ന ആരാ? നിങ്ങളല്ലേ കൊടുക്കുന്നേ. പക്ഷെ നിങ്ങൾ ഗവൺമെന്റ് അടയ്ക്കുന്നുണ്ടോ? ഇല്ല. ശരിക്കും അടയ്ക്കുന്നത് മനോജ് സാർ അല്ലേ. പക്ഷെ ശരിക്കും ടാക്സ് കൊടുക്കുന്ന ആരാ? നിങ്ങളാ. നിങ്ങളെ പൈസ വാങ്ങിച്ചിട്ട് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള മനോജ് സാറ് ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. വിളിക്കുന്ന പേര് ഇൻഡയറക്ട് ടാക്സ്. GST ആണ് അതിലെ മെയിൻ ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് വിളിക്കുന്ന GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. മറ്റൊരു ടാക്സ് കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. ഞാൻ പറഞ്ഞു, ഒരു ഗുഡ്സ്, ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയാണ്. ഇപ്പോ ഇന്ത്യയും തൊട്ടപ്പുറത്ത് ചൈനയും. ഇന്ത്യ, ചൈന. എനിക്ക് ഇഷ്ടപ്പെട്ട രാജ്യം ചൈന കേട്ടോ. ഇന്ത്യയും ചൈനയും. അപ്പൊ ഞാൻ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് ഒരു പ്രോഡക്റ്റ് ഞാൻ വിടുക. ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് ആ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ വിളിക്കുന്ന പേര് എക്സ്പോർട്ട് എന്ന് പറയും. എക്സ്പോർട്ട്. ഇപ്പൊ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നോ, കൊച്ചിൻ എയർപോർട്ടിൽ നിന്നോ, അല്ലെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നോ, അല്ലെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നോ, വിഴിഞ്ഞം ഷിപ്പ്യാർഡിൽ നിന്നോ ഞാൻ ചൈനയിലേക്ക് ഈ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യും. അപ്പൊ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റിന് മുകളിൽ അടിക്കുന്ന ഫിനാൻഷ്യൽ ലെവി ഉണ്ട്. വിളിക്കുന്ന പേര് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയും. നമ്മളെല്ലാവരും ഇപ്പോ ഈ ദീപാവലിക്കൊക്കെ പടക്കം പൊട്ടിച്ചായിരുന്നു. പടക്കം പൊട്ടിച്ചപ്പോ ആ പടക്കം മൊത്തവും വരുന്നത് ചൈനയുടെ പടക്കമാണ്. അല്ലെങ്കിൽ ഇതാ ഇപ്പൊ ക്രിസ്മസ് ആണ്. ക്രിസ്മസ് വരാൻ വേണ്ടി പോവുക. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെല്ലാം സ്റ്റാർ ഇടും.
അപ്പൊ സ്റ്റാർ മൊത്തവും വരുന്നതും സീരിയൽ ബൾബ്, സീരിയൽ ലൈറ്റ്, മറ്റേ ഈ പറഞ്ഞിരിക്കുന്ന ഡെക്കറേഷൻ സാധനങ്ങൾ മൊത്തവും വരുന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇങ്ങനെ ഇറക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ ആ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന സാധനത്തിനെ വിളിക്കും ദാറ്റ് ഈസ് ഇമ്പോർട്ട് എന്ന് പറയും. അപ്പൊ ആ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും അടിക്കുന്ന ഫിനാൻഷ്യൽ ലെവി ഉണ്ട്, വിളിക്കുന്ന പേര് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്ന പേരിൽ അറിയപ്പെടും. അപ്പോ ഡയറക്ട് ടാക്സിൽ 3 കാറ്റഗറി, ഇൻഡയറക്ട് ടാക്സിൽ 2 കാറ്റഗറി. ഒന്ന് GSTയും ദാറ്റ് ഈസ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്ന ഐറ്റം, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും തൊട്ടപ്പുറത്ത് ദാറ്റ് ഈസ് കസ്റ്റംസ് ഡ്യൂട്ടി. ഇതാണ് ഇപ്പൊ 2 ടൈപ്പിലുള്ള ടാക്സ്, ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. അതിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഞാൻ ഈ പറയാൻ പോകുന്ന ടോപ്പിക്കാണ്. ഇതൊന്ന് വരച്ചോ അല്ലെങ്കിൽ എഴുതിയോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. മെയിൻ ആയിട്ട് നമ്മുടെ ടാക്സിനെ നമുക്ക് 2ആയി ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഡയറക്ട് ടാക്സും തൊട്ടപ്പുറത്ത് ഇൻഡയറക്ട് ടാക്സും. ഡയറക്ട് ടാക്സിൽ 2 ടൈപ്പ് ഓഫ് ടാക്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. 2 ടൈപ്പുള്ള ടാക്സ് ആണ് ഇൻകം ടാക്സും വെൽത്ത് ടാക്സും. ഞാൻ പറഞ്ഞു വെൽത്ത് ടാക്സ് എന്ന് വിളിക്കുന്ന ഒരു എലമെന്റ് ഇപ്പൊ അറ്റ് പ്രസന്റ് ഇല്ല, അത് ഇൻകം ടാക്സിലേക്ക് മെർജ് ചെയ്തിട്ടുണ്ട്. ഇൻകം ടാക്സിന്റെ പല സെഷൻസിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അറ്റ് പ്രസന്റ് ഡയറക്ട് ടാക്സിലെ മെയിൻ കാറ്റഗറി ഇൻകം ടാക്സ് ആണ്. ഇൻഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സിൽ 2017 നമ്മുടെ നാട്ടിൽ GST വന്നു. GST വന്ന കഥയും GSTയെ കുറിച്ച് എല്ലാം ഞാൻ സംസാരിക്കും. തുടക്കത്തില് നമ്മുടെ പണ്ട് ഇവിടെ നമ്മൾക്ക് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോൾ വേരിയസ് ടാക്സ് ഉണ്ടായിരുന്നു. അതിലൊരു ടാക്സ് ആണ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയും, സർവീസ് ടാക്സ്, വാറ്റ് എന്ന് വിളിക്കുന്ന വാല്യൂ ആഡഡ് ടാക്സ്, CST എന്ന് വിളിക്കുന്ന സെൻട്രൽ സെയിൽസ് ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ്, ലക്ഷറി ടാക്സ് എന്നൊക്കെ വിളിക്കുന്ന ഇൻഡയറക്ട് ടാക്സ് ഉണ്ടായിരുന്നു. അപ്പോ ഒരു മാനുഫാക്ചറർ, ആ മാനുഫാക്ചറർ ഇവിടെ ഒരു ഗുഡ്സ് ഉണ്ടാക്കുക. ഇപ്പൊ എൻ്റെ കയ്യിരിക്കുന്ന iPhone 15 Pro Max എന്ന് പറയുന്ന ഒരു ഫോണ് നമ്മുടെ നാട്ടിൽ ഒരാൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ പേഴ്സൺ ഉണ്ടാക്കി വെക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതിന് എക്സൈസ് ഡ്യൂട്ടി കൊടുക്കണം. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിന് മുകളിൽ അടിക്കുന്ന ഫിനാൻഷ്യൽ ലെവിയാണ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയും. പണ്ട് ബ്രിട്ടീഷുകാരാ നമ്മുടെ നാട് ഭരിച്ചിരുന്നത് അല്ലെ. ബ്രിട്ടീഷുകാര് നമ്മുടെ നാട് ഭരിക്കാൻ വന്നപ്പോ പല ഐറ്റത്തിന് അവർ ചുങ്കം ചുമത്താൻ തുടങ്ങി. ചുങ്കം കരം കൊടുക്കുക എന്നൊക്കെ പറയും. ചുങ്കം ചുമത്താൻ തുടങ്ങി. അങ്ങനെ ചുങ്കം ചുമത്താൻ തുടങ്ങിയപ്പോ ആദ്യമായിട്ട് ചുങ്കം ഏർപ്പെടുത്തിയ ഒരു പ്രോഡക്റ്റ് ഉപ്പായിരുന്നു. ഉപ്പ് കേട്ടിട്ടുണ്ടോ? ഉപ്പ് സത്യാഗ്രഹം എന്നൊക്കെ വിളിക്കുന്ന ഐറ്റം. ഉപ്പിന് മുകളിൽ ആദ്യമായിട്ട് ഈ ബ്രിട്ടീഷുകാര് ചുങ്കം ചുമത്തി. ആ ചുങ്കത്തിനൊരു പേരിട്ടു. വിളിക്കുന്ന പേര് എക്സൈസ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്ന ഒരു പേരിട്ട് അവർ ആദ്യമായിട്ട് ഉപ്പിന് മുകളിൽ ടാക്സ് അടിക്കാൻ തുടങ്ങി. ഉപ്പിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? പ്രകൃതിദത്യ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഉപ്പ്. അപ്പൊ ആ ഉപ്പിന് മുകളിൽ ഈ പറഞ്ഞിരിക്കുന്ന ടാക്സ് അടിക്കാൻ വേണ്ടി വന്നപ്പോ നമ്മൾ അതിനെതിരെ നമ്മൾക്ക് പ്രതിരോധങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോഴാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് വിളിക്കുന്ന ഉപ്പ് കാച്ചിക്കുറുക്കി കുടിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഫോം ചെയ്തത്. അപ്പൊ ആ ഉപ്പ് സത്യാഗ്രഹം അതിന് എഗനിസ്റ്റ് ആയിട്ട് ഒരു പ്രതിഷേധം എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ആദ്യമായിട്ട് ഉപ്പിന് മുകളിൽ എക്സൈസ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്ന ഒരു ടാക്സ് ആദ്യമായിട്ട് നമ്മൾ ചുമത്തി. അതിനുശേഷം ബ്രിട്ടീഷുകാർ നമ്മുടെ നാട് വിട്ടുപോയി. ഇപ്പൊ എന്ത് ചെയ്തു? ആ ബ്രിട്ടീഷുകാർ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അങ്ങ് ഏറ്റെടുത്തു. എന്നിട്ട് അതിന്റെ തലയ്ക്കകത്ത് ഒരു പേരും കൊടുത്തു, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി. അവരിട്ടിട്ട് പോയത് എക്സൈസ് ഡ്യൂട്ടിയാണ്, നമ്മൾ ഇട്ടിട്ട് പോയി സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി. എക്സൈസ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്ന ഒരു ടാക്സ് ഇന്ത്യ ഗവൺമെന്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ആ ഗുഡ്സിന് മുകളിൽ അടിക്കുന്ന ഫിനാൻഷ്യൽ ലെവിയെ വിളിക്കുന്ന പേരാണ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി. മറ്റൊന്ന് സർവീസ് ടാക്സ്. ഗുഡ്സ് അല്ല, പകരം സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ സർവീസിന് മുകളിൽ കൊടുക്കുന്ന ടാക്സ് ഉണ്ട്, വിളിക്കുന്ന പേര് സർവീസ് ടാക്സ് എന്ന് പറയും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസ് ആണ്, ഞാൻ നിങ്ങൾക്കല്ല, ഞാൻ IITക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസ് ആണ്. ആ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ IIT എനിക്കൊരു പേയ്മെന്റ് തരും. അതിനു മുകളിൽ ഒരു പേയ്മെന്റ് ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നു, വിളിക്കുന്ന പേര് സർവീസ് ടാക്സ് എന്ന് പറയും. നമുക്ക് പല സർവീസ് ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ സർവീസുകൾ നമുക്ക് കാണാം.
അങ്ങനെയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ സർവീസിന് മുകളിൽ അടിക്കുന്ന ഫിനാൻഷ്യൽ ലെവി ഉണ്ട്, വിളിക്കുന്ന പേര് സർവീസ് ടാക്സ് എന്ന് പറയും. മറ്റൊന്ന് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് വിളിക്കുന്ന വാറ്റ് എന്ന് വിളിക്കുന്ന ഐറ്റം. വാറ്റും മറ്റൊന്ന് സെൻട്രൽ സെയിൽസ് ടാക്സ് എന്ന് വിളിക്കുന്ന CST എന്ന് വിളിക്കുന്ന രണ്ട് ഐറ്റം എന്താണെന്നുള്ളത് ചെറിയൊരു എക്സാമ്പിൾ ഇട്ട് ഞാൻ പറയാം. ഇപ്പോ കേരളം വേണ്ട, കേരളത്തിലെ രണ്ട് ജില്ലകൾ. ഇപ്പോൾ എക്സാമ്പിൾ തിരുവനന്തപുരത്ത് ഉള്ള മിസ്റ്റർ എക്സിന് കൊല്ലത്തുള്ള മിസ്റ്റർ വൈ ഒരു സാധനം വിറ്റു. ട്രിവാൻഡ്രത്തുള്ള മിസ്റ്റർ എക്സ് കൊല്ലത്തുള്ള മിസ്റ്റർ വൈക്ക് ഒരു പ്രോഡക്റ്റ് വിറ്റു എന്ന് ഇരിക്കട്ടെ. അങ്ങനെ വിൽക്കുന്ന സമയത്ത് ഈ രണ്ടും സംഭവിക്കുന്നത് കേരളത്തിനകത്താണല്ലോ. കേരളത്തിനകത്താണ്. അപ്പൊ ഈ കൊല്ലത്തുള്ള പേഴ്സൺ ഈ ട്രിവാൻഡ്രത്തുള്ള പേഴ്സണ് പേയ്മെന്റ് കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ അതിനടിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ലെവി ഉണ്ട്, വാറ്റ് എന്ന് പറയും, വാല്യൂ ആഡഡ് ടാക്സ് എന്ന് വിളിക്കും. അപ്പൊ ശരിക്കും ഇവിടെ മിസ്റ്റർ വൈ ആണ്, ഇവിടെ മിസ്റ്റർ എക്സിനെ ഇടാം, ഇവിടെ മിസ്റ്റർ എക്സ്, ഇവിടെ മിസ്റ്റർ വൈ. അപ്പൊ മിസ്റ്റർ എക്സ് മിസ്റ്റർ വൈക്ക് സാധനം വിൽക്കുമ്പോൾ മിസ്റ്റർ വൈ വാറ്റ് എന്ന് വിളിക്കുന്ന ടാക്സ് കൂടെ ചേർത്തിട്ടുള്ള പേയ്മെന്റ് ട്രിവാൻഡ്രത്തുള്ള മിസ്റ്റർ എക്സിന് കൊടുക്കും. ആ ട്രിവാൻഡ്രത്തുള്ള മിസ്റ്റർ എക്സ് എന്ത് ചെയ്യും? ആ പറഞ്ഞിരിക്കുന്ന വാറ്റിന്റെ എമൗണ്ട് എടുത്ത് ഗവൺമെന്റിന് പേ ചെയ്യും. വിളിക്കുന്ന പേര് ഇൻഡയറക്ട് ടാക്സ് അല്ലേ? ശരിക്കും ആരാ ടാക്സ് കൊടുത്തേ? ആ വൈ അല്ലേ? പക്ഷെ വൈ ആണോ ഗവൺമെന്റിന് കൊടുത്തേ? അല്ല, അയാള് മിസ്റ്റർ എക്സിന് കൊടുത്തു, മിസ്റ്റർ എക്സ് ഗവൺമെന്റിന് പേ ചെയ്യും. വിളിക്കുന്ന പേര് ഇൻഡയറക്ട് ടാക്സ് എന്നാണ്. ഇപ്പൊ കേരളത്തിനകത്ത് ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ആ പ്രോഡക്റ്റിന് മുകളിൽ അടിക്കുന്ന ഫിനാൻഷ്യൽ ലെവി ഉണ്ട്, വിളിക്കുന്ന പേര് വാറ്റ് എന്ന് പറയും. അതിനുശേഷം ഈ കൊല്ലത്തുള്ള ഈ പേഴ്സൺ ഈ പ്രോഡക്റ്റ് കേരളത്തിന്റെ പുറത്ത് തമിഴ്നാട്ടില് നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു മിസ്റ്റർ ഒരു ഇസഡ് എന്ന് വിളിക്കുന്ന ഒരു അണ്ണാച്ചിക്ക് ഈ പ്രോഡക്റ്റ് വിറ്റു എന്ന് വിചാരിക്കുക. അപ്പോ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയില്ലേ? വിളിക്കുന്ന പേര് ഇന്റർ സ്റ്റേറ്റ് എന്ന് പറയും. അങ്ങനെ ഒരു ഇന്റർ സ്റ്റേറ്റിലേക്ക് നമ്മൾ വിൽക്കുമ്പോൾ, മറ്റൊരു സ്റ്റേറ്റിലേക്ക് വിൽക്കുമ്പോൾ ഈ മിസ്റ്റർ ഇസഡ് ഈ കൊല്ലത്തുള്ള മിസ്റ്റർ വൈക്ക് ഒരു ടാക്സ് കൊടുക്കും. വിളിക്കുന്ന പേര് CST എന്ന് പറയും. അതാണ് വാറ്റും CST. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിനകത്ത് വിൽക്കുമ്പോൾ വിളിക്കുന്ന പേര് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ എന്ന് പറയും. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിനകത്താണ് സെയിൽ നടക്കുന്നതെങ്കിൽ വിളിക്കുന്ന പേര് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ. ഇൻട്രാ സ്റ്റേറ്റ് സെയിലിന് കൊടുക്കുന്ന ടാക്സ് വാറ്റ്, ഇന്റർ സ്റ്റേറ്റ് സെയിലിന് കൊടുക്കുന്ന ടാക്സ് CST എന്ന് വിളിക്കുന്ന ഐറ്റം. അതാണ് വാറ്റും CST. രണ്ടും ഇപ്പൊ അറ്റ് പ്രസന്റ് ഇല്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. വാറ്റ് എന്ന് പറയുമ്പോൾ വാല്യൂ ആഡഡ് ടാക്സ്, ഒരു സ്റ്റേറ്റിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻ, ഒരു സ്റ്റേറ്റിനകത്ത് ഗുഡ്സ് വിൽക്കുമ്പോൾ പേ ചെയ്യുന്നതാണ് വാറ്റ് എന്ന് വിളിക്കുന്ന ഐറ്റം. CST എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ഒരു പ്രോഡക്റ്റ് വിറ്റു, അപ്പൊ ആ പ്രോഡക്റ്റിന് മുകളിൽ കൊടുക്കുന്നതാണ് CST എന്ന് വിളിക്കുന്ന സെൻട്രൽ സെയിൽസ് ടാക്സ് എന്ന് വിളിക്കുന്ന ഐറ്റം. അപ്പൊ വാറ്റും CST. ദെൻ എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് വിളിക്കുന്ന മറ്റൊരു ഐറ്റം. നമ്മൾ വീഗാലാൻഡ് അല്ലേ ഇപ്പൊ പ്രസന്റ്, വണ്ടർല അല്ലെ, കൊച്ചി വണ്ടർലേ പോയിട്ട് കൊച്ചി വണ്ടർലേക്ക് അകത്ത് കയറിയിട്ട് നമ്മളൊരു ചായ വൈകിക്കും. ചായക്ക് ചിലപ്പോ 30 രൂപയോ 35 രൂപയൊക്കെ ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത്. തരുന്ന ചായ, ആ ചായ തരുന്ന സ്ഥലം ഈ വണ്ടർലയാണ്. വണ്ടർല എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നിന്റെ അകത്താണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ അടിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ലെവി ഉണ്ട്, വിളിക്കുന്ന പേര് എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറയും. വണ്ടർലയുടെ തൊട്ട് ഫ്രണ്ടില് ദാമോദരൻ ചേട്ടന്റെ കടയുണ്ട്. അവിടെ പോയിട്ട് ചായ കുടിച്ചാൽ 10 രൂപ കൊടുത്താൽ മതി. ദാമോദരൻ ചേട്ടൻ ആർക്കും ഈ പറഞ്ഞ എന്റർടൈൻമെന്റ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ദാമോദരൻ ചേട്ടൻ കിട്ടുന്ന വരുമാനത്തിനോ അല്ല ഇൻകം ടാക്സോ അല്ലെന്നുണ്ടെങ്കിൽ വാറ്റോ പേ ചെയ്താൽ മതി. പക്ഷെ വീഗാലാൻഡ് അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഈ പറഞ്ഞ സർവീസ് ടാക്സ് കൊടുക്കണം, ആ വാറ്റ് കൊടുക്കണം, കൂടാതെ മറ്റൊരു ടാക്സും കൂടെ വരും. എന്റർടൈൻമെന്റ് ആക്ടിവിറ്റിക്കുള്ള എന്റർടൈൻമെന്റ് ടാക്സ് വരും. ഇത് കൂടാതെ മറ്റൊരു ടാക്സ് ആണ് ലക്ഷറി ടാക്സ് എന്ന് പറയും. ലക്ഷറി ടാക്സ് നമ്മൾ ഈ ഐഡിയ സ്റ്റാർ സിംഗർ ഉണ്ട്, അല്ലെങ്കിൽ മഞ്ച് സ്റ്റാർ സിംഗർ ഉണ്ട്. മഞ്ച് സ്റ്റാർ സിംഗറിലൊക്കെ നമ്മൾ പങ്കെടുത്ത് പാടി വിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്ലാറ്റ് തരും. ആ ഫ്ലാറ്റ് തന്നു കഴിയുമ്പോൾ പിന്നീടാണ് പ്രശ്നം വരുന്നത്.
ആ ഫ്ലാറ്റിൽ കയറി താമസിക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ടാക്സ് ഗവൺമെന്റിന് കൊടുക്കേണ്ടി വരും. സോ അതാണ് ലക്ഷറി ടാക്സ് എന്ന് വിളിക്കുന്ന ഐറ്റം. ഞാനൊരു കാറ് ഇമ്പോർട്ട് ചെയ്തു, വലിയ കോസ്റ്റ് ഉള്ള ഒരു കാറ് ഞാൻ ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ കാർ എന്ന് പറയുന്ന ആ ടാക്സ്, ആ കാർ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കാറിന് മുകളിൽ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കും. മറ്റൊരു സാധനമുണ്ട് ലക്ഷറി ടാക്സ്, ഒരു എമൗണ്ട് പേ ചെയ്യും. അത് ലൈക്ക് ആൻ ഇൻഡയറക്ട് ടാക്സ് വരുന്നതാണ്. സോ ഈ ടാക്സിനെ എല്ലാം കൂടെ ചേർത്ത് ഇപ്പൊ വിളിക്കുന്ന പുതിയ നെയിം ഉണ്ട്, വിളിക്കുന്ന പേര് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഒരു വ്യക്തി പണ്ട് ഒരു പേഴ്സൺ ഈ പറഞ്ഞിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ എക്സൈസ് ഡ്യൂട്ടി കൊടുക്കണം, അത് വിൽക്കുമ്പോൾ വാറ്റ് കൊടുക്കണം, തമിഴ്നാട്ടിലേക്ക് വിൽക്കുമ്പോൾ CST കൊടുക്കണം, ഇത് ഏതെങ്കിലും തരത്തിലുള്ള എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി കൊടുക്കുമ്പോൾ മറ്റൊരു ടാക്സ് കൊടുക്കണം. അപ്പോൾ ഒരു വ്യക്തി ടാക്സിൽ ചെയ്ത് കാര്യങ്ങൾ പെർഫോം ചെയ്യും. ആള് പ്രോഡക്റ്റ് ഉണ്ടാക്കി ഇറക്കുമ്പോൾ അയാൾ എക്സൈസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം, എക്സൈസ് ഡ്യൂട്ടി കൊടുക്കണം, എക്സൈസിന്റെ ഫോർമാലിറ്റീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. കേരളത്തിനകത്ത് വിൽക്കുമ്പോൾ അയാൾ വാറ്റിന്റെ ഫോർമാലിറ്റീസ് മൊത്തം സാറ്റിസ്ഫൈ ചെയ്യണം. കേരളത്തിന് പുറത്തേക്ക് വിൽക്കുമ്പോൾ CSTന്റെ ഫോർമാറ്റ് സാറ്റിസ്ഫൈ ചെയ്യണം, അവിടെ രജിസ്റ്റർ ചെയ്യണം. ഇങ്ങനെയുള്ള കുറെ നൂലാമാലകൾ പണ്ടത്തെ ടാക്സിൽ ഉണ്ടായിരുന്നു. ഇൻഡയറക്ട് ടാക്സ് പല ഐറ്റംസ് ആയിരുന്നു. അതിനെല്ലാം കൂടെ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന, ഒരു സിംഗിൾ വിൻഡോയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ടാക്സ് സിസ്റ്റം ഉണ്ട്. വിളിക്കുന്ന പേര് CST എന്ന് പറയും. GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് വിളിക്കുന്ന ഒരു സിംഗിൾ പോയിന്റ് ടാക്സേഷനിലേക്ക്, ഒരു എലമെന്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് 2017 നമ്മൾ ഫോളോ ചെയ്യുന്ന, 2017 തൊട്ട് ഇൻഡയറക്ട് ടാക്സ് എന്ന് വിളിക്കുമ്പോൾ അതിനെ എല്ലാം കൂടെ ഒറ്റ പേരിലേക്ക് കൊണ്ടുവന്നു, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST എന്ന് വിളിക്കുന്ന ഐറ്റം. ദെൻ ഇൻഡയറക്ട് ടാക്സിലെ മറ്റൊരു കാറ്റഗറി കസ്റ്റംസ് ഡ്യൂട്ടി ആണ്. മറ്റൊരു കാറ്റഗറി കസ്റ്റംസ് ഡ്യൂട്ടി GSTക്കകത്ത് വന്നിട്ടില്ല. കസ്റ്റംസ് ഡ്യൂട്ടി ഇപ്പോഴും നിലനിൽപ്പുണ്ട്, ഇപ്പോഴും മാറി നിൽക്കുവാണ്. GSTക്കകത്ത് കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ല. സോ എന്തുകൊണ്ട് GSTക്കകത്ത് കസ്റ്റംസ് ഡ്യൂട്ടി ഇൻക്ലൂഡ് ചെയ്തില്ല? അപ്പൊ നിങ്ങൾ ചോദിക്കാം, സാറേ അന്ന് പിന്നെ ഇൻഡയറക്ട് ടാക്സിനെ എല്ലാം കൂടെ ചേർത്ത് GST എന്നുള്ള പേരിട്ടു, എന്തുകൊണ്ട് പിന്നെ കസ്റ്റംസിനെ അവിടെ ഇൻക്ലൂഡ് ചെയ്തില്ല? അതിനുള്ള റീസൺ ഞാൻ പറയാൻ വേണ്ടി പോവാം. ഇപ്പൊ നമ്മള് ഇന്ത്യയിൽ പല പ്രോഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ നാട്ടിൽ ആ പ്രോഡക്റ്റ് ഇല്ലാത്തത് കൊണ്ട്. അപ്പോ അങ്ങനെയുള്ള പ്രോഡക്റ്റിനൊക്കെ നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി അടിക്കുമ്പോൾ, കസ്റ്റംസ് ഡ്യൂട്ടി അടിക്കുമ്പോൾ, സാധാരണ GST എന്ന് വിളിക്കുന്ന അതിന്റെ റേറ്റ് ഒക്കെ ഞാൻ പിന്നീട് പറയും. അപ്പൊ അവിടെ ഒരു കോമൺ റേറ്റ് വരും. പക്ഷെ ഈ കൊണ്ടുവരുന്ന ഐറ്റം ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ഹാർലി ഡേവിഡ്സന്റെ വണ്ടി ആയിരിക്കാം. അപ്പൊ അതിന് ഒരു GST അടിച്ചാൽ നമുക്ക് തുച്ഛമായ തുകയെ കിട്ടത്തുള്ളൂ. അപ്പൊ അവിടെ ഹ്യൂജ് എമൗണ്ട് ടാക്സ് നമ്മൾ കളക്ട് ചെയ്യണം, കാരണം അത്രയ്ക്ക് വലിയ ഐറ്റമോ. അപ്പൊ അതിന് നമ്മൾ ചാർജ് ചെയ്യും, കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് ചെയ്യും. അപ്പോ പല പല പ്രോഡക്റ്റിന് പല പല കസ്റ്റംസ് ഡ്യൂട്ടി ആയിരിക്കും. അപ്പൊ അത് GSTക്കകത്ത് വന്ന ഒരു കോമൺ ടാക്സ് ആയി പോകത്തില്ലേ? അതുകൊണ്ട് കസ്റ്റംസ് ഡ്യൂട്ടി മാറി നിൽക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആറന്മുള കണ്ണാടി എന്ന് വിളിക്കുന്ന ഐറ്റം, ആറന്മുള കണ്ണാടി നമ്മുടെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ടാക്സ് ഫ്രീ ആക്കി കൊടുക്കാറുണ്ട്. കാരണം പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള എന്ന് വിളിക്കുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക കുടുംബക്കാർ ഈ കണ്ണാടി ഉണ്ടാക്കി അവർ വിൽക്കുമ്പോൾ ഇനിയൊരു ടാക്സും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ, അതിന് മുകളിൽ ടാക്സ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ മിക്കപ്പോഴും ഇത് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റിനൊക്കെ മിക്കപ്പോഴും എക്സംപ്റ്റഡ് ആണ്. നമ്മൾ ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. ഗവൺമെന്റിന് മെയിൻ വരുമാനം കിട്ടുന്ന ചില പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ചില പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ എക്സംപ്റ്റ് ചെയ്ത് കൊടുക്കും. എക്സംപ്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഫ്രീ ആക്കി കൊടുക്കും. അപ്പൊ ടാക്സ് ഫ്രീ ആക്കി കൊടുക്കണമെങ്കിൽ അത് പ്രത്യേകം ഒരു ടാക്സിൽ നിന്നെങ്കിൽ മാത്രമേ പറ്റൂ. GSTന്റെ അണ്ടറിൽ വന്നാൽ ചിലപ്പോൾ ടാക്സ് ഇമ്പോസ് ചെയ്യേണ്ടി വരും. അത് ഗവൺമെന്റ് ചിലപ്പോൾ അഡ്വേഴ്സ് ഇമ്പാക്ട് വരും. ചില ഐറ്റത്തിന് ഹ്യൂജ് ടാക്സ് കളക്ട് ചെയ്യേണ്ടി വരും, ചില ഐറ്റത്തിന് ടാക്സേ കളക്ട് ചെയ്യേണ്ടി വരത്തില്ല. അങ്ങനെയുള്ള തീരുമാനം എടുക്കണം. അതിനുവേണ്ടി ഈ ഇമ്പോർട്ടും എക്സ്പോർട്ടും GSTന്റെ പരിധിയിൽ ഇല്ല, GSTന്ന് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇൻഡയറക്ട് ടാക്സിൽ രണ്ട് കാറ്റഗറി, ഒന്ന് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, മറ്റൊന്ന് കസ്റ്റംസ് ഡ്യൂട്ടി. ഈ രണ്ട് കാറ്റഗറി. തൊട്ടപ്പുറത്ത് ഡയറക്ട് ടാക്സിൽ ഇൻകം ടാക്സും വെൽത്ത് ടാക്സ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ തന്നെയാണോ ഈ എഴുതുന്നത്? ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഒന്നുകിൽ കേൾക്കുക അല്ലെങ്കിൽ എഴുതുക. ഈ രണ്ടും കൂടെ ചെയ്യാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ചെയ്താലും മതി കേട്ടോ. എഴുതാനുള്ള സമയം ഞാൻ തരാം. ഓക്കെ ആണോ? പോട്ടെ അടുത്തതിലേക്ക്.
അടുത്ത വിൻഡോയിലേക്ക് പോട്ടെ. എഴുതിയിട്ടില്ലെങ്കിൽ പറയണേ. ഓക്കെ, ഇനി അതിനെ കുറച്ചുകൂടെ ഒന്ന് 2-3 ക്ലാരിഫിക്കേഷൻ പറയാൻ വേണ്ടി മറ്റൊരു വിൻഡോയിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റം രണ്ടെണ്ണമാണ്. ഒന്ന് ഡയറക്ട് ടാക്സും മറ്റൊന്ന് ഇൻഡയറക്ട് ടാക്സും. ഡയറക്ട് ടാക്സിൽ ഞാൻ പറഞ്ഞു, ഡയറക്ട് ടാക്സിൽ ആ പേഴ്സൺ ഡയറക്ട്ലി ഗവൺമെന്റിന് പേ ചെയ്യുന്ന ടാക്സ് ആണ് ഡയറക്ട് ടാക്സ് എന്ന് വിളിക്കുന്ന ഐറ്റം. അതിലെ മെയിൻ കാറ്റഗറി ഇൻകം ടാക്സ് ആണ്. ഒരു ഇൻകത്തിന് മുകളിൽ ഒരു ടാക്സ് പെയർ ഗവൺമെന്റിലേക്ക് ഒരു ടാക്സ് ഡെപ്പോസിറ്റ് ചെയ്യും. വിളിക്കുന്ന പേര് ഡയറക്ട് ടാക്സ് എന്ന് വിളിക്കുന്ന, ഇൻകം ടാക്സ് എന്ന് വിളിക്കുന്ന പേരിൽ അറിയപ്പെടും. ദാറ്റ് ഈസ് ടാക്സ് കളക്റ്റഡ് ബൈ ദി ഗവൺമെന്റ് ഡയറക്ട്ലി ഫ്രം ദി ടാക്സ് പെയർ ആണ് ഇൻകം ടാക്സ് എന്ന് വിളിക്കുന്ന ഡയറക്ട് ടാക്സ്. തൊട്ടുപുറത്ത് ഇൻഡയറക്ട് ടാക്സ്. ഒരു ടാക്സ് പെയർ അദ്ദേഹത്തിന്റെ ടാക്സ് ഒരു റീറ്റെയിലർക്കോ മാനുഫാക്ചർക്കോ കൊടുക്കും. ആ റീറ്റെയിലർ അല്ലെങ്കിൽ മാനുഫാക്ചർ ഈ ടാക്സ് പെയറിന്റെ കളക്ട് ചെയ്ത ആ ടാക്സ് ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. വിളിക്കുന്ന പേര് ഇൻഡയറക്ട് ടാക്സ് എന്ന് വിളിക്കുന്ന, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് വിളിക്കുന്ന പേരിൽ അറിയപ്പെടും. അവിടെ 2-3 പോയിന്റുകൾ ഒന്ന് പറയാനുണ്ട്. അവിടെ ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട് 2-3 പോയിന്റ്. ഗവൺമെന്റ് കളക്ട് ടാക്സ് ഫ്രം ദി മാനുഫാക്ചറർ ആൻഡ് റീറ്റെയിലർ. ഗവൺമെന്റ് എന്താ മാനുഫാക്ചറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ റീറ്റെയിലറുടെ കയ്യിൽ നിന്നോ ആണ് ഈ ടാക്സ് കളക്ട് ചെയ്യുക. മാനുഫാക്ചർ കളക്ട് ഫ്രം ദി റീറ്റെയിലർ. മാനുഫാക്ചർ ഇത് ഉണ്ടാക്കി റീറ്റെയിലറിന് വിൽക്കുമ്പോൾ റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് മാനുഫാക്ചർ കളക്ട് ചെയ്ത് ആർക്ക് ഗവൺമെന്റ് ഡെപ്പോസിറ്റ് ചെയ്യും. ലാസ്റ്റ് റീറ്റെയിലർ എന്ന് വിളിക്കുന്ന വ്യക്തി കൺസ്യൂമർ എന്ന് വിളിക്കുന്ന, കസ്റ്റമർ എന്ന് വിളിക്കുന്ന അവസാനത്തെ ഒരു പേഴ്സൺ ഉണ്ട്. ആ പേഴ്സന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് റീറ്റെയിലർ മാനുഫാക്ചർക്ക് കൊടുക്കും, മാനുഫാക്ചർ ഗവൺമെന്റിന് കൊടുക്കും. ഇപ്പോ ഈ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ഹോട്ടലുണ്ട്, ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ. അവിടെ പോയി നിങ്ങളൊരു ചായ കുടിക്കും. ചായ കുടിക്കുന്ന സമയത്ത് ആ ചായക്ക് ആ ചേട്ടൻ ഒരു ചായ തന്ന് ഒരു 10 രൂപയ്ക്ക് ഒരു ചായ തരും. 10 രൂപയ്ക്കകത്ത് ചിലപ്പോൾ ഒരു 1 രൂപ ടാക്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആ 10 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ആ 1 രൂപ അവിടെ ഇരിക്കുന്ന ആ ചേട്ടനെടുത്ത് ഗവൺമെന്റിലേക്ക് കൊടുക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുക. ഇപ്പം ഐഫോൺ, ആപ്പിളിന്റെ ഒരു ഐഫോൺ നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിൽ പോയി, കൊട്ടാരക്കര പോയിട്ട് മൈജിയിലോ ഓക്സിജനിലോ പോയിട്ട് ഒരു ഐഫോൺ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഐഫോൺ മേടിക്കുന്ന സമയത്ത് ആ ഐഫോണിന് മുകളിൽ ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഒരു GST ഇമ്പോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ 1 ലക്ഷം രൂപ കൊടുത്ത് ഐഫോൺ 15 അല്ലെങ്കിൽ 16 വാങ്ങിച്ചു. 1 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കുമ്പോൾ ആ 1 ലക്ഷത്തിനകത്ത് ഒരു ടാക്സ് ഉണ്ട്, അത് നിങ്ങൾ പേ ചെയ്യും. ഓക്സിജൻ എന്ത് ചെയ്യും? ഈ ടാക്സ് ആർക്ക് കൊടുക്കും? ആപ്പിളിന് കൊടുക്കും. ആപ്പിൾ എന്ത് ചെയ്യും? ഗവൺമെന്റിലേക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോ ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർക്കല്ലേ ഈ ബർഡൻ വരുന്നത്. ഈ ബർഡൻ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട മെയിൻ പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് കസ്റ്റമർ ആണ്. അപ്പൊ കസ്റ്റമർ ആ ടാക്സ് എടുത്ത് നേരെ ആർക്ക് കൊടുക്കും? നേരെ തൊട്ടപ്പുറത്ത് റീറ്റെയിലർ കൊടുക്കും. റീറ്റെയിലർ അത് മാനുഫാക്ചറിന് കൊടുക്കും. മാനുഫാക്ചർ അത് ഗവൺമെന്റിലേക്ക് കൊടുക്കും. വിളിക്കുന്ന പേര് ഇൻഡയറക്ട് ടാക്സ്. ഇൻഡയറക്ട് ടാക്സിലെ മെയിൻ കാറ്റഗറി GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. മറ്റൊന്ന് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്ന ഐറ്റം GSTയും, മറ്റൊന്ന് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്ന 2 ടൈപ്പുള്ള ടാക്സ് ഉണ്ട്. ഇത് രണ്ടുമാണ് ഉള്ളത്. അപ്പൊ ആ പോയിന്റ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇൻകം ടാക്സിൽ ടാക്സ് പെയർ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഡയറക്ട്ലി ടാക്സ് പെയറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ്. ഇൻഡയറക്ട് ടാക്സിൽ ഇൻഡയറക്ട്ലി ആണ് ഗവൺമെന്റിന് ഈ എമൗണ്ട് വരിക. അത് ടാക്സ് പെയർ എന്ന് വിളിക്കുന്ന ഏറ്റവും അവസാനത്തെ കൺസ്യൂമർ റീറ്റെയിലറിന് കൊടുക്കും, റീറ്റെയിലർ ഹോൾസെയിലിന് കൊടുക്കും, ഹോൾസെയിലർ ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ എഴുതുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, കാരണം ക്വസ്റ്റ്യൻസ് ഇവിടുന്നൊക്കെ വരുന്നതാണേ.
നെക്സ്റ്റിലേക്ക് പോട്ടോ. ഒരു മണിയായോ? ഇപ്പൊ ബ്രേക്ക് വേണോ അത് കുറച്ചുകൂടെ പറയട്ടോ? ബ്രീലോ? ബ്രേക്ക് എന്നാണ് ഉദ്ദേശിച്ചത്? ഒരു സെക്കൻഡ് ഞാൻ ചോദിച്ചോട്ടെ. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് എടുക്കാം. ഓക്കെ, ഇനിയിപ്പോ 2 മണിക്ക് ബ്രേക്ക്. കണ്ടിന്യൂ സർ. ഒരാൾ കണ്ടിന്യൂ, ഒരാൾ ബ്രേക്ക്. ബ്രേക്ക് എടുക്കാം. ഫുഡ് കഴിച്ചിട്ട് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണേ കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് സർ, അങ്ങനെ വേണ്ട ഇങ്ങനെ വേണം, എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ പറയണേ. അതും കൂടെ ചാറ്റിൽ കോട്ട് ചെയ്യണേ. ഇപ്പൊ വേണ്ട, പിന്നെ ആയാലും മതി.